Hello guys, നമുക്ക് ഇന്ന് JavaScriptലെ ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഓക്കെ, ഞാൻ ഒരു സാമ്പിൾ കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അറേയിലേക്ക് നമ്മൾ കുറച്ച് പേരുകൾ കൊടുക്കുന്നു. ഇതൊരു റിയൽ ലൈഫ് സിനാരിയോ ഞാൻ പറയുകയാണ് സാമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് ആലിസ്, ബോബ്, നോഷോ എന്നൊരു പേര്, ചാർലി, സൂപ്പർ സ്റ്റാർ, ഈവ്. അതായത് നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഷോ എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കണ്ടിന്യൂ, അതായത് ബാക്കി കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എക്സിക്യൂഷൻസ് നടക്കാൻ പാടില്ല. പക്ഷേ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും വേണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്കും കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ അകത്ത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിന് ശേഷമുള്ള ആ ഒരു ഐട്രേഷനിലെ കാര്യങ്ങളൊന്നും റൺ ആവില്ല. അടുത്ത ഐട്രേഷനിലേക്ക് അത് സ്കിപ്പായി പോകും. അതായത് നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ പാർട്ടിസിപ്പൻസ് ഡോട്ട് ലെങ്ത്. i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 0യുടെ വാല്യൂ ലെസ് ദാൻ പാർട്ടിസിപ്പൻസ് ഡോട്ട് ലെങ്ത്. പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അറേയാണ്. ഈ അറേയുടെ ലെങ്ത് എന്താണ്? 1 2 3 4 5 6 അല്ലേ? അപ്പം ഈ ഒരു ലെങ്ത്തിനെക്കാട്ടിലും ചെറുതാണോ 0യുടെ ലെങ്ത്? അതെ. അപ്പം i++, അതായത് 0യുടെ ലെങ്ത് ചെറുതാണെങ്കിൽ ഫോർ ലൂപ്പിനകത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ എടുക്കും. വാല്യൂ എടുത്തിട്ട് വാല്യൂ പാർട്ടിസിപ്പൻസ് ഡോട്ട് ലെങ്ത്, അതായത് നമ്മുടെ കണ്ടീഷനെക്കാട്ടിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഫങ്ഷണാലിറ്റീസ് എല്ലാം റൺ ആയിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഐയുടെ വാല്യൂ 0 ആണ്. ഫസ്റ്റ് കേസ് വരുമ്പോഴത്തേന് ഐയുടെ വാല്യൂ 0 ലെസ് ദാൻ 6 ആണോ നോക്കും. ആണെന്നുണ്ടെങ്കിൽ ആണ്, അതിനാൽ ഈ കണ്ടീഷനകത്ത് കയറും, അതിനകത്തെ കണ്ടീഷൻ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ ഐയുടെ വാല്യൂ എത്രയായി? 1 ആയി. 1 ലെസ് ദാൻ 6 ആണോ? ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി റൺ ചെയ്യും, കണ്ടീഷൻസ് റൺ ചെയ്യും. അതിനുശേഷം ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. 2 ലെസ് ദാൻ 6 ആണ്. അങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അവസാനം 6 വരെ 5 വരെ റൺ ആവും. 5 ലെസ് ദാൻ 6 ആണ്, അതുവരെ റൺ ആവും. 6 ലെസ് ദാൻ 6 അല്ലാത്തതിനാൽ അതിനകത്ത് കയറത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഫോർ ലൂപ്പ് നോർമലി റൺ ആവുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ കേസ് എന്താണ്? നമുക്ക് ലൂപ്പ് കറക്റ്റായിട്ട് റൺ ആവും. പക്ഷേ നമുക്ക് വേണ്ടത് നോഷോ എന്നൊരു പേര് വരുമ്പോൾ, അതായത് ഇതിൻ്റെ ഐ വാല്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്തു പോകണം. അതായത് അതിൻ്റെ ബാക്കിയൊന്നും പ്രിന്റ് ആവാൻ പാടില്ല. അതോടെ നിർത്തി പോകണം. അടുത്ത ലൂപ്പ് വർക്ക് ആവണം. അതായത് 3 ആയിരുന്നപ്പോഴാണ്, ഐയുടെ വാല്യൂ 2 ആയിരുന്നപ്പോൾ 0 അറേസിൽ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. 0 1 2 ഐയുടെ വാല്യൂ 2 ആവുന്ന സമയത്ത് നോഷോയിലാണ് കണ്ടീഷൻ. നോഷോ ആണെന്നുണ്ടെങ്കിൽ ഈ കൺസോൾ ലോഗ് പ്രിന്റ് ആവും. എന്നിട്ട് ഇത് കണ്ടിന്യൂ ആയിപ്പോകും. അതായത് ആ ലൂപ്പ് എക്സിറ്റ് ആയിട്ട് ആ ലൂപ്പിൽ നിന്ന് അടുത്ത ലൂപ്പിലേക്ക് പോകും. അതായത് 2 ആയിരുന്ന ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആവും. അതായത് നോഷോ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂവിന്റെ ബാക്കിയൊന്നും എക്സിക്യൂട്ട് ആവില്ല. ഇനി തിരിച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നുള്ള വാല്യൂ വന്നു, ഈ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി അടുത്ത് ഈ ഒന്നും എക്സിക്യൂട്ട് ആവാൻ പാടില്ല. അതിനാണ് പറയുന്നത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ കൺസോൾ ലോഗ് ചെയ്തിട്ട് ബ്രേക്ക് ആയി പോകണം. ബ്രേക്ക് ആയി പോവുക എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോകും കംപ്ലീറ്റ്ലി. കണ്ടിന്യൂ ആണെങ്കിൽ ആ ലൂപ്പിനകത്ത് ആ ഒരു ഐട്രേഷൻ മാത്രമേ എക്സിറ്റ് ആയി പോകത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഐട്രേഷൻ സ്കിപ്പ് ആയി പോകും. ബാക്കിയുള്ളത് ആ ഒരു ഐട്രേഷനകത്ത് പെൻഡിങ് ഉള്ള സാധനങ്ങൾ സ്കിപ്പ് ആയി പോയിട്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോകും. 3 ആയിരുന്നെങ്കിൽ 4 ആവും, 4 ആയിരുന്നെങ്കിൽ 5 ആവും, അങ്ങനെ. പക്ഷെ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ലൂപ്പ് എക്സിറ്റ് ആയി പോകും. അപ്പം ഈ ബ്രേക്ക് ഇവിടെ റൺ ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇത് വരുന്നത്, അതായത് ഐയുടെ വാല്യൂ 0 1 2 3 4 5 വരുന്ന കേസിൽ ഈവിന്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രിന്റ് ആവില്ല. കാരണം സൂപ്പർ സ്റ്റാറിന്റെ ഡീറ്റെയിൽസ് വന്നപ്പോഴേ നമുക്ക് ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ബ്രേക്ക് എന്ന് പറഞ്ഞ ഇത് വന്നിട്ട് നമുക്ക് എക്സിറ്റ് ആയി പോകും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സേവ് ചെയ്യാണ്. നോക്ക്, നമുക്ക് എന്താ സംഭവിച്ചത്? ഫസ്റ്റ് പ്രോസസിങ് പാർട്ടിസിപ്പന്റ് ആലീസ്, ആദ്യത്തെ ആൾ ആലീസ് ആണ്.
ഐയുടെ വാല്യൂ 0, 0 ലെസ് ദാൻ 6. അതിനാൽ തന്നെ ആദ്യത്തെ വാല്യൂ കണ്ടീഷനകത്ത് കയറി. എന്നിട്ട് നോ ഷോ അല്ല സൂപ്പർ സ്റ്റാറും അല്ലാത്തതിനെ ഈ രണ്ട് കണ്ടീഷനിലും കയറിയില്ല. കൺസോൾ ലോഗ് ചെയ്തു. പക്ഷേ താഴെ കിടന്ന കൺസോൾ ലോഗ് ചെയ്തു. പ്രോസസിങ് പാർട്ടിസിപ്പന്റ് ഓഫ് ഐയുടെ വാല്യൂ എന്താണ് 0. 0th പൊസിഷനിലുള്ള പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ ആലീസ് ആണ്. അതിനാൽ പ്രോസസിങ് പാർട്ടിസിപ്പന്റ് ആലീസ് എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് I1 ആയ സമയത്ത് 1 ലെസ് ദാൻ 6 ആണ്. ഭാഗത്ത് കയറി 1 ആരാണ്? ബോബാണ്. ബോബിന്റെ വാല്യൂ നോ ഷോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല. അതിനാൽ തന്നെ ഡയറക്റ്റ് കൺസോൾ ലോഗിലോട്ട് വന്ന് പ്രോസസിങ് പാർട്ടിസിപ്പന്റ് ഓഫ് ഇപ്പോഴത്തെ എത്രയാണ്? 1 ആണ്. 0 1 ബോബ് പ്രിന്റ് ആയി. ഓക്കെ, ഇനി ഇതേ കേസ് ഇൻക്രിമെന്റ് ആയി. അപ്പൊ ഐയുടെ വാല്യൂ 0 1 2 ആയി. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 6 ആണ്. അതിനാൽ തന്നെ അകത്തോട്ട് കയറി. അപ്പൊ ചെക്ക് ചെയ്യുന്നു പാർട്ടിസിപ്പൻസ് ഓഫ് ഈക്വൽ ടു നോ ഷോ ആണോ? ഇതിന്റെ വാല്യൂ നോ ഷോ ആണ്. അപ്പോൾ ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് കയറി. നോ ഷോ ആയതിനാൽ ഇഫ് കണ്ടീഷനകത്തോട്ട് കയറി. കണ്ടീഷനകത്ത് കയറിയപ്പോൾ ആദ്യം കൺസോൾ ലോഗ് ചെയ്യാൻ പറഞ്ഞു. സ്കിപ്പിംഗ് പാർട്ടിസിപ്പന്റ് നോ ഷോ. അതിനാൽ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്തു സ്കിപ്പിംഗ് പാർട്ടിസിപ്പന്റ് നോ ഷോ എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോകാനല്ല, ഈ ഒരു ഐട്രേഷൻ സ്കിപ്പായി പോകാൻ, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്കിപ്പായി പോകാൻ. അങ്ങനെ സ്കിപ്പായി പോകുന്നത് കൊണ്ടാണ് ഈ കൺസോൾ ലോഗിൽ ഈ പ്രോസസിങ് പാർട്ടിസിപ്പന്റ് നോ ഷോ എന്നുള്ളത് പ്രിന്റ് ആവാനത് ഇത് കഴിഞ്ഞിട്ട്. അതുപോലെ ഇത് സൂപ്പർ സ്റ്റാർ അല്ലാത്തതിനാൽ ഈ കണ്ടീഷനകത്ത് എന്തായാലും കയറത്തില്ല. പക്ഷെ പ്രോസസിങ് പാർട്ടിസിപ്പന്റ് നോ ഷോ എന്നുള്ളത് പ്രിന്റ് ആവാഞ്ഞതിന് കാരണം ഇവിടെ ഒരു കണ്ടിന്യൂ ഉണ്ട്. കണ്ടിന്യൂ ആകുമ്പോൾ ഇതിന്റെ ബാക്കി പാർട്ട്, ഈ ഒരു ലൂപ്പിന്റെ ബാക്കി പാർട്ട്, ഇതിന്റെ അകത്തുള്ളതെല്ലാം സ്കിപ്പായി പോകും. സ്കിപ്പായി പോയിട്ട് അടുത്ത ഐട്രേഷൻ വരും. അതായത് ഐയുടെ വാല്യൂ എത്രയായിരുന്നു? 2 ആയിരുന്നു. 2 എന്നുള്ളത് 3 ആയി. ഐ ഈക്വൽ ടു 3 ആയി. ഈക്വൽ ടു 3 ഐ ലെസ് ദാൻ, അതായത് 3 ലെസ് ദാൻ 6 അതാണ്. അതിനാൽ തന്നെ 4th ക്വസ്റ്റ്യൻ ചാർലി വന്നു. ചാർലി അകത്ത് കയറുന്നു. നോ ഷോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല. അതിനാൽ തന്നെ പ്രോസസിങ് പാർട്ടിസിപ്പന്റ് ചാർലി എന്ന് വന്നു. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയി 5 ആയി. 0 1 2 3 4 ആയി. ഐയുടെ വാല്യൂ 4 ആയി. 4 ലെസ് ദാൻ 6 ആണല്ലോ? അതെ. അതിനാൽ തന്നെ അകത്തോട്ട് കയറി. 4 എന്ന് പറയുന്ന ആരാ? 0 1 2 3 ആരാണ് 4? സൂപ്പർ സ്റ്റാർ അല്ലേ? സൂപ്പർ സ്റ്റാർ ആണ് 4. അതിനാൽ തന്നെ സൂപ്പർ സ്റ്റാർ ആയതിനാൽ നമുക്ക് കണ്ടീഷനകത്ത് കയറും. എന്തായാലും 4 ലെസ് ദാൻ 6 ആണ്. അതിനാൽ തന്നെ നമ്മുടെ കണ്ടീഷനകത്ത് കയറിയിട്ട് നോ ഷോ അല്ല, പക്ഷെ ഇത് സൂപ്പർ സ്റ്റാർ ആണ്. ആളുടെ പേര് സൂപ്പർ സ്റ്റാർ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കണ്ടീഷനകത്ത് കയറിയിട്ട് കൺസോൾ ലോഗ് ചെയ്തു വൗ സൂപ്പർ സ്റ്റാർ ഈസ് ഹിയർ. ബൈ ദ വേ ഇങ്ങനൊരു സാധനം നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസ് ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇമോജീസ് ഇട്ട് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൂപ്പർ സ്റ്റാർ ആണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ച്. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ സൂപ്പർ സ്റ്റാർ ആണ് വാല്യൂ. സൂപ്പർ സ്റ്റാർ ആയതിനാൽ കൺസോൾ ലോഗ് ചെയ്തു വൗ സൂപ്പർ സ്റ്റാർ ഈസ് ഹിയർ എന്ന് പറഞ്ഞ് കൺസോൾ ലോഗ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന ബ്രേക്ക് ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ലൂപ്പ്. ഇപ്പൊ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പ് കംപ്ലീറ്റ് എക്സിറ്റ് ആയി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് പ്രിന്റ് ആവാത്തത്. പ്രോസസിങ് പാർട്ടിസിപ്പന്റ് ആരായിരുന്നു? സൂപ്പർ സ്റ്റാർ. അത് പ്രിന്റ് ആവാത്തതും അത് കഴിഞ്ഞിട്ടുള്ള ഈവൻ എന്നുള്ള പാർട്ടിസിപ്പന്റ് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്തതും. അതായത് അഞ്ചാമത്തെ ഐ ഈക്വൽ ടു 5 എന്നുള്ള യൂസറിന്റെ ഡീറ്റെയിൽസ് കാണിക്കാത്തതും. ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 5 ആയി. 5 ലെസ് ദാൻ 6 ആണ്. ഇതിന്റെ അകത്ത് ശരിക്കും കയറിയിട്ട് എന്താവേണ്ടതാണ്? 5 ലെസ് ദാൻ 6 അകത്ത് കയറിയിട്ട് അറ്റ്ലീസ്റ്റ് പ്രോസസിങ് പാർട്ടിസിപ്പന്റ് അഞ്ചാമത്തെ ആളാണ് ഈവ് പ്രിന്റ് ആവേണ്ടതാണ്. പക്ഷെ 4ാമത്തെ ഐട്രേഷൻ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു ബ്രേക്ക് ആയത് കാരണം ഈ ലൂപ്പ് എക്സിറ്റ് ആയിപ്പോയി. കണ്ടിന്യൂ ആയിരുന്നെങ്കിൽ ആ ഒരു ഐട്രേഷൻ മാത്രമേ സ്കിപ്പ് ആവത്തുള്ളായിരുന്നു അടുത്ത ഐട്രേഷൻ വന്നതിന്. പക്ഷെ ബ്രേക്ക് ആയതിനാൽ ഈ കണ്ടീഷൻ കംപ്ലീറ്റ് എക്സിറ്റ് ആയിപ്പോയി. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.